ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ സൺഡേ ആണ്. ഞങ്ങൾ രണ്ടുപേരും പള്ളി പോയി വന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അധികം വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി ജേർണി, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് പറയാട്ടോ. എനിക്കുണ്ടായ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഡേറ്റ് ആവുന്നതിനും ഒരാഴ്ച മുമ്പ് തന്നെ എനിക്ക് സംശയങ്ങൾ വന്നു തുടങ്ങിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പലർക്കും പല സിംറ്റംസ് ആയിരിക്കും. നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്, സിനിമയിലെ നായിക ഛർദ്ദിക്കുന്നു, അപ്പോൾ അതൊരു സിംറ്റമാണ്, ഗർഭിണിയാവുന്നതിനുള്ളൊരു സിംറ്റമാണ് ഈ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 മണി 7 മണി സമയമൊക്കെ ആകുമ്പോൾ എൻ്റെ നാവിൽ ഒരു ഒരു അയേണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റില്ലേ, ആ ഒരു ടേസ്റ്റ് ഡെയിലി വരും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ എൻ്റെ നാവിൽ ഇങ്ങനത്തെ രുചി, അത് കറക്റ്റ് ആ ഒരു വൈകിട്ട് 6 മണി 7 മണി സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടേസ്റ്റ് എൻ്റെ വായിൽ വരും കേട്ടോ. പിന്നെ പതിവിലും ഇട്ടിട്ട് ഭയങ്കരമായിട്ട് വിശക്കുക. നമ്മൾ നമ്മൾ രാവിലെ 2 ചപ്പാത്തി, ഉച്ചയ്ക്ക് അതിവിടെ വന്നിട്ടും ഡയറ്റൊക്കെ നല്ല രീതിക്ക് നടന്നായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡുകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. പക്ഷെ ഇതല്ലാണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുക, എന്തൊക്കെയോ കഴിക്കാനായിട്ട് തോന്നുക. പക്ഷേ അപ്പോഴും ഒരു പിടുത്തമില്ല. പിന്നെ എനിക്ക് കൂടുതൽ സംശയം മൂർച്ഛിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം എനിക്ക് വൈകുന്നേരമായപ്പോൾ ചിക്കൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനിവിടെ റിക്സിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഇപ്പം തന്നെ നമുക്ക് വാൾമാർട്ട് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത സ്റ്റോറാണ്, സൂപ്പർ മാർക്കറ്റാണ്. അപ്പം ഞങ്ങൾ വാൾമാർട്ട് രണ്ടുപേരും കൂടിയിട്ട് വൈകുന്നേരം തന്നെ ഒരു 10 മണിയായിട്ടുണ്ടാവും ഞാനത് പറഞ്ഞപ്പോൾ. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ചിക്കൻ കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് പറഞ്ഞെങ്കിലും ഞങ്ങളത് വാങ്ങിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്കത് വെക്കാനുള്ള ടെൻഡൻസി ഇല്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. എനിക്കതിന് സ്മെല്ല് പറ്റണില്ല. ചിക്കൻ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ പനി വരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് എനിക്കൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ വല്ല സൈഡ് എഫക്റ്റ് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. എനിക്ക് എന്നത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും. ഒരു കാര്യം ചെയ്യാൻ, നീ കുക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യാമെന്ന് ചിക്കൻ ആൾ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ജസ്റ്റ് ചിക്കനൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ പറ്റി കൊടുത്തു. പക്ഷേ ഈ മസാലയൊക്കെ പറ്റുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തിനു പറയുന്നു, ആള് ചിക്കനൊക്കെ വെച്ചു, ചിക്കൻ കറി വെച്ചു. അങ്ങനെ അന്ന് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് നല്ലപോലെ നേരം വൈകിട്ടുണ്ടായിരുന്നു, നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പരാത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓവനിൽ വെച്ച് ഒന്ന് സെറ്റാക്കി. അത് കഴിഞ്ഞ് പരാത്തയും ചിക്കൻ കറിയും കൂടി കഴിച്ചു. ഭയങ്കര ആഗ്രഹത്തിൽ കഴിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കഴിച്ചത് മുഴുവനും ഞാൻ ഛർദ്ദിച്ചു. അപ്പം തന്നെ എനിക്ക് ദേഹം ഭയങ്കരമായിട്ട് തളരണ പോലെ തോന്നി. പിറ്റത്തെ ദിവസം വീണ്ടും ഛർദി. അപ്പോൾ ഞാൻ റിക്സിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഡേറ്റ് ആവാനായിട്ട് ഒരു 3-4 ദിവസം ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ടെസ്റ്റ് ചെയ്യണം, എനിക്ക് എന്തോ ഒരു വശപ്പശക തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ടും എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. അങ്ങനെ പിറ്റത്തെ ദിവസം തന്നെ കിറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോയത് വൈകുന്നേരമായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ പറയുക, നമ്മൾ മോർണിംഗ് വെറും വയറ്റിലാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുക. പക്ഷെ എനിക്ക് രാവിലെ വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരം ഒരു 12 മണി ആ ഒരു ടൈമിലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനുണ്ടായിരുന്നു. പോയി വരുന്ന വഴിക്കാണ് അതും വാൾമാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. വാൾമാർട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്താ പറയുക, ഈ ഒരു കിറ്റ് വാങ്ങിച്ച് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു സംശയം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്കങ്ങനെ ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നോക്കിയപ്പോൾ എന്താ പറയുക, ആ ഒരു മൊമെൻറ്റ് അത് എല്ലാ പ്രഗ്നൻ്റ് ആയവർക്കും ആ ഒരു മൊമെൻറ്റ് വളരെ സ്പെഷ്യലായിരിക്കും. കാരണം എനിക്ക് ഇതിനു മുമ്പ് നമുക്കിങ്ങനെ 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് എൻ്റെ കൈയൊക്കെ വിറയ്ക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്.
അപ്പോൾ സന്തോഷക്കണ്ണീർ കേട്ടോ. അങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ലൈൻ വന്ന് സെക്കൻഡ് ലൈൻ വരാൻ ഇച്ചിരി ടൈം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു പോയി അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് തെളിഞ്ഞു വരുന്നു. അപ്പം തന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി, കരച്ചിൽ വന്നു. എന്താ എനിക്ക് എക്സ്പ്രസ് ചെയ്യണ്ടേ, എനിക്കറിയണില്ല എന്താന്ന്. അങ്ങനെ റിക്സിനാണെങ്കിൽ പുറത്തു പോയേക്കായിരുന്നു. പുറത്തു പോയി വന്നു, എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ കിറ്റൊക്കെ വാങ്ങി ഞാൻ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ റിക്സൺ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് ഞാൻ കയ്യിലേക്ക് ഇത് അങ്ങോട്ട് വെച്ചെടുത്തപ്പോൾ ആളും ഞെട്ടി. നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താ പറഞ്ഞത്, ആ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു. അങ്ങനെ എന്താ പറയുക, പിന്നെ മമ്മീനും ഡാഡിനെ വിളിച്ച് പറഞ്ഞു, ആളുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അങ്ങനെ 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 നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെ എല്ലാവരും ഞെട്ടി. കാരണം ഞങ്ങൾ വിളിക്കുന്നത് വൈകുന്നേരമാണ് വിളിക്കണത്. അപ്പം നമ്മുടെ നാട്ടിൽ രാവിലെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണർന്നിരിക്കണം എന്നുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ന്യൂസ് എല്ലാവർക്കും കേട്ടതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റത്തെ ദിവസം തന്നെ ഞങ്ങളിവിടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാംപ്ടണിൽ തന്നെയുള്ളൊരു ഹോസ്പിറ്റൽ, പഞ്ചാബിയാണ് കേട്ടോ ഡോക്ടർ. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞെങ്കിലും ഡോക്ടറുടെ വായുന്നത് കേൾക്കണ്ടേ. നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ 90% ഉണ്ടാവുള്ളൂ, ഇതൊക്കെ 10% ചിലപ്പോൾ അല്ലെങ്കിലോ അതിൽ 99% എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 1% ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഞാനതാ വിചാരിക്കണേ. അപ്പോൾ ഡോക്ടർ തന്നെ അത് പറഞ്ഞാലാണ് നമുക്കൊരു സമാധാനമുള്ളൂ. പിറ്റത്തെ ദിവസം തന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് 3 മണിയായപ്പോഴാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെ ചെക്ക് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു. ഒരു 10-20 മിനിറ്റൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ പ്രഗ്നൻറ്റ്. സത്യം പറഞ്ഞ ആ ഒരു മൊമെൻറ്റ് അത് വളരെ സ്പെഷ്യലാണ്. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്, സന്തോഷ കണ്ണീരാണ് അപ്പോൾ വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു, 1 മാസം കഴിയുന്നതിന് മുമ്പ് ടെൻഡൻസി വന്നു തുടങ്ങി. എന്തെങ്കിലും സാധനം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, സ്മെല്ല് പറ്റുന്നില്ല, ഒന്നും തന്നെ പറ്റണ്ടായി. അപ്പോഴും എനിക്കത് അങ്ങനെ, എൻ്റെ വിചാരം ഛർദി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഛർദി വന്ന് പോവും, അങ്ങനെയാണല്ലോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല. എൻ്റെ ഗർഭം വ്യത്യാസമായിരുന്നു, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. അയ്യോ. അങ്ങനെ 1 മാസം കഴിയാറായപ്പോഴത്തോട്ട് ഛർദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് തേർഡ് മന്ത് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഞാൻ ആലോചിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മാസമായിരുന്നു. 2-3 മാസം ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയില്ല, എന്നെ അത്ര അധികം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരും ഇല്ല നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ ഫുൾ ടൈം ആൾ തന്നെ വേണം നമ്മൾ നോക്കാൻ. എന്നാലും ആൾക്കും ജോലിക്ക് പോയി വരുമ്പോഴും ഞാൻ ഈ ഛർദ്ദിച്ച അവശയായി എന്നെയല്ലേ കാണുന്നത്. അപ്പോൾ മൈൻഡ് എനിക്കൊന്നും പറ്റില്ല ഇങ്ങനെ. എൻ്റെ പൊന്നെ, അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ വോമിറ്റിങ്. രാവിലെ എണീറ്റ് 1 ഗ്ലാസ് വെള്ളം കുടിച്ച തൊട്ട് വൈകുന്നേരം കിടക്കുന്ന വരെ ഛർദി. ഒന്നും ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചു മേടിച്ചു, എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങിൻ്റെ ഡോക്ടർ, എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സാധാരണ ഗർഭിണികൾക്ക് കൊടുക്കുന്നൊരു ടാബ്ലറ്റാണ് ഡോക്സിലാമിൻ ടാബ്ലറ്റ്. കുറേ പേർക്ക് സംശയമാണ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഡോക്സിലാമിൻ ടാബ്ലറ്റ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഈ വോമിറ്റിങ്ങിൻ്റെ ഇഷ്യൂ വരുമ്പോൾ, ഹെഡേക്ക് ഇതൊക്കെ വരുമ്പോൾ ഇതാണ് ഡോക്ടർ കൊടുക്കാറുള്ളത്. അങ്ങനെ എന്ത് പറയാനാ, ആ ഒരു മരുന്ന് എടുത്തിട്ട് പോലും രാവിലെയും വൈകിട്ടും വെച്ച് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫോളിക് ആസിഡിന് മുമ്പ് ഇത് കഴിക്കണം. അങ്ങനെ ഈ ഒരു ടാബ്ലറ്റ് ഞാൻ എടുത്തു. 2-3 മാസമൊക്കെ അടുപ്പിച്ച് കഴിച്ചിട്ട്, എന്നിരുന്നാൽ പോലും ആദ്യത്തെ ഛർദി കണ്ടിന്യൂസ് ഛർദിയില്ല. എന്നാലും രാവിലെ എണീക്കുമ്പോൾ ഉള്ള ഒരു ഛർദി ഉണ്ടല്ലോ, ഒരു 5-6 പ്രാവശ്യം. അത് പറയുമ്പോൾ എനിക്കിപ്പോഴും അതിൻ്റെ ടെൻഡൻസി വരും. ഒരു 5-6 പ്രാവശ്യം ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി എനിക്ക് വരും. ടെൻഡൻസി മാത്രമല്ല, ഛർദ്ദിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ 2-3 മാസം എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടു. എനിക്ക് കുക്ക് ചെയ്യാനും പറ്റുന്നില്ല. ആള് കുക്ക് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ചില സമയത്ത് എനിക്ക് നാടൻ ഫുഡ് കഴിക്കാൻ തോന്നും. പക്ഷെ എന്ത് ഫുഡ് നമ്മളത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിച്ചാലും എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കുറച്ച് നേരം കഴിഞ്ഞാൽ അത് വോമിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സറിഞ്ഞ് കഴിക്കാൻ എനിക്ക് 2-3 മാസം പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്.
4ാമത്തെ മാസം തൊട്ട് ഞാൻ വിചാരിച്ചു, ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ 3 മാസമാണ് ഛർദി. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ചിലവരുടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഫുള്ളി ഡെലിവറി മുഴുവൻ ഛർദിയുള്ള ആൾക്കാരുണ്ട്. ഏത് ഗണത്തിലാണ് പെടണമെന്ന് നമുക്കപ്പോൾ പറയാൻ പറ്റില്ല. 4ാമത്തെ മാസം എത്തിയപ്പോൾ എനിക്ക് ഛർദി കുറഞ്ഞു തുടങ്ങി. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഈ ഡോക്സിലാമിൻ്റെ ടാബ്ലറ്റ് 5 മാസം വരെ എടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ആ ടാബ്ലറ്റ് മോർണിംഗ് മാത്രമാക്കി, വൈകുന്നേരം കഴിക്കൽ നിർത്തി. അപ്പോൾ രാവിലത്തെ ഒരു ഛർദി ഇങ്ങനെ പോയാലൊരു 3-4 പ്രാവശ്യം ഛർദി ഉണ്ടാവാറുണ്ട്. 4ാമത്തെ മാസം തൊട്ട് വലിയ കുഴപ്പമില്ലാണ്ടാണ്, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ ഓൺവേർഡ്സ് വലിയ കുഴപ്പമില്ലാണ്ടാണ് എനിക്ക് വോമിറ്റിങ്, നോസിയ കംപ്ലീറ്റ് മാറി. പക്ഷെ വോമിറ്റിങ് സ്റ്റിൽ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ മോർണിംഗ് ആണ് ഒരു പ്രശ്നമുള്ളത്. അതും ഒരുവിധം എല്ലാ ഗർഭിണികളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ മോർണിംഗ് ഈ വോമിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഭയങ്കര മോശമായിരുന്നു. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കടന്നപ്പോൾ ഡോക്ടർ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു ഈ ഛർദി കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കും കൂടിയാണ് ഞാൻ വരുന്നത്. രാവിലെ എണീറ്റ ഉടനെ തന്നെ പിത്തം അഥവാ ബയൽ എന്ന് പറയും, യെല്ലോ കളറായിട്ടാണ് പോവുക. അപ്പോൾ എന്താ ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം, ആ ഒരു ക്ഷീണം എനിക്കിപ്പോഴും ഉണ്ട്. ആ ഒരു ക്ഷീണം ഉണ്ടാവും, പക്ഷെ അതിനൊരു ചോയ്സ് ഇല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ടാബ്ലറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തു. എനിക്കിപ്പോൾ മോർണിംഗ് വോമിറ്റിംഗ് ഉണ്ട്, പക്ഷെ വളരെ കുറഞ്ഞു. നോസിയ കംപ്ലീറ്റ് മാറി. അപ്പോൾ അതിനൊക്കെ ഡോക്ടർ പറഞ്ഞൊരു ടിപ്പ് ഇതാണ്: നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിലും ഇട്ടൊന്ന് മാറ്റി പിടിക്കാം. അത് എണീറ്റ് വന്ന് എനിക്ക് ബ്രഷ് ചെയ്തതിന് ശേഷം രണ്ട് പ്രാവശ്യം വോമിറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കുറേ വെള്ളം കുടിക്കില്ലേ, അങ്ങനെ കുടിക്കാൻ പാടില്ല. അതിന് പകരം സിപ്പായിട്ട് നമ്മൾ വെള്ളം കുടിക്കാം. ഞാനൊന്ന് രാവിലെ ഫ്രഷൊക്കെ ആയി വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഒരു നേന്ത്രപ്പഴമാണ് കഴിക്കുക, അല്ലെങ്കിൽ ഓട്സ്. പിന്നെയെന്ന് പറയുന്നത് ചായ എനിക്ക് പാൽ ചായ പറ്റില്ല. അതായത് 4-5 മാസം വരെ മോർണിംഗ് എനിക്ക് പാൽ ചായ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ കട്ടൻ തന്നെയാണ് കുടിക്കാറുള്ളത്. ചായ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ചിട്ട്. ഒരു ദിവസം എത്ര ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റും, കാപ്പി കുടിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് ജീവൻ നിലനിർത്തി കൊണ്ടുപോകണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഓട്സ്, പിന്നെ അല്ലെങ്കിൽ കോൺഫ്ലേക്സ്, അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ റസ്കോ, നമ്മുടെ പാർലേജിയുടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ബിസ്ക്കറ്റുകൾ, എയർവോട്ടിൻ്റെ ബിസ്ക്കറ്റ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് 4-5 മാസം മോർണിംഗ് എൻ്റെ റൂട്ടീനായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഇതുവരെ ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ. ഈ ഒരു വോമിറ്റിംഗ് തന്നെയാണ് പ്രശ്നം. ആ വോമിറ്റിങ്ങിൻ്റെ ടിപ്സാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ടിപ്പ്. പിന്നെ ഇതല്ലാണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയും ചെറുനാരങ്ങയും കൂടി തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നല്ലപോലെ വോമിറ്റിങ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കിപ്പോഴും ഇപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ ഛർദി ഇല്ലെങ്കിലും കൂടിയിട്ട് ഇടയ്ക്ക് അതിനൊരു അസുഖം വരും. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ കഴിച്ചത് പറ്റാണ്ടോ അങ്ങനെ എന്തൊക്കെയായാലും. ഗ്യാസ് ട്രബിൾ ഇഷ്യൂസ് ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയും നീര് പിഴിഞ്ഞ് കഴിക്കുന്നതൊക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അജുവൈനൊക്കെ അടിപൊളിയാണ്. അജുവൈൻ മീൻസ് നമ്മുടെ അയമോദകം, അത് നല്ലതാണ്. പിന്നെ ഞങ്ങളുടെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, പ്രഗ്നൻ്റ് ആയതിനു ശേഷം നാട്ടിലാണോ ഡെലിവറി, ഇവിടെയാണോ ഡെലിവറി എന്നൊക്കെ. ഇവിടെ തന്നെയാണ് നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇവിടെ ഉണ്ണി ഉണ്ടായാൽ മാത്രമാണ് ഉണ്ണിക്കുള്ള സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും, കുഞ്ഞിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ കുഞ്ഞ് കാനഡയിൽ തന്നെ ജനിക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ വൊമിറ്റിംഗ് ഒക്കെ ഉള്ള കാരണം സഹികെട്ട് ഞാൻ നാട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അത്രയും വയ്യാത്തൊരു സ്റ്റേജ് ആയപ്പോൾ. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വൊമിറ്റിംഗ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ട്രാവലിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും സേഫ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെ, ഡൺ. അപ്പോൾ പിന്നെ എന്നാൽ ഒഴുക്കിനനുസരിച്ച് നീങ്ങാം, നമുക്ക് രണ്ടുപേർക്കും സർവൈവ് ചെയ്യാൻ പറ്റും. യെസ്, ഞങ്ങൾ ഇതുവരെ സർവൈവ് ചെയ്തു. ഇനിയിപ്പോൾ മമ്മീനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മമ്മി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പകുതിയല്ല, എൻ്റെ ഫുള്ള് ഭാരങ്ങളും ഒഴിഞ്ഞു. എനിക്ക് തലവേദന കുറഞ്ഞു. കാരണം റിക്സനാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ വൈകിട്ട്
കൂടെ ആരുമില്ല, അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ ഇവിടെ മലയാളി ഫാമിലി ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും മമ്മി ഉണ്ടെങ്കിൽ ഒരു കൂട്ടാണല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ നമുക്ക് ഓവറായിട്ട് വോമിറ്റിംഗ് വരുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ടിപ്സ് മസ്റ്റായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ചിലർക്ക് തെറ്റായ ധാരണയാണ് ഇങ്ങനെ വോമിറ്റിങ്ങിന് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും ദോഷമുണ്ടോ, നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ. ഒരു ദോഷമില്ല. ദോഷം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഡോക്ടറെ അടുത്ത് ചോദിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറയാം. അവർ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് മരുന്ന് കഴിച്ചോളൂ, നോ പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മളിങ്ങനെ ഛർദ്ദിക്കുകയാണ്, കണ്ടിന്യൂസ് ഛർദ്ദി വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ മരുന്നും എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഛർദ്ദിയുണ്ട്, ഒരു മരുന്നും കഴിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ്, തൊണ്ടവേദന. അത്രയും ഛർദ്ദിച്ച് എനിക്കൊക്കെ തൊണ്ട ഒരു 4 മാസം വരെ വേദനയായിരുന്നു, കാരണം എപ്പോഴും ഛർദ്ദിച്ചിട്ടൊക്കെ. അപ്പോൾ ഈ തൊണ്ടവേദന, പിന്നെ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പാനിക്കാവും. കാരണം നമ്മൾ ഛർദ്ദിക്കുമ്പോൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലൂടെയായിരുന്നു ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഛർദ്ദിക്കാം, എപ്പോൾ വേണമെങ്കിലും ഛർദ്ദി അധികമായി കഴിഞ്ഞാൽ തലചുറ്റൽ, അതുപോലെ വെയിറ്റ് ലോസ്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഞാനെന്നൊക്കെ പറഞ്ഞാൽ 2, 3 മാസം 4 മാസം വരെ കോലം കെട്ട ഒരു, എന്താ പറയുക, നിവർന്നൊന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അത്ര വോമിറ്റിംഗ് ആയിരുന്നു. സർവൈവ് ചെയ്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയത് എൻ്റെ ഹസ്ബൻഡുള്ള കാരണം എനിക്ക് ആ ഒരു ഒറ്റപ്പെടൽ തോന്നിയിട്ടില്ലെങ്കിലും എന്താ പറയുക, ഈ ഒരു ഛർദി അതൊരു വല്ലാത്തൊരു തലവേദന തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ മരുന്നുകൾ ഡോക്ടറോട് ചോദിക്കണം, ചോദിച്ച് മേടിച്ച് കഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും